2021 ഞാനും എൻ്റെ വൈഫ് അഖിതയും കൂടെ ഞങ്ങളൊരു ഫൈനാൻഷ്യൽ പ്ലാനറിനെ ഹയർ ചെയ്തു. അന്ന് മുതൽ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ജേണിയിൽ അടിപൊളി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു വന്നിരുന്നത്. സോ ഞങ്ങൾ പേ ചെയ്ത ഫൈനാൻഷ്യൽ അഡ്വൈസർ ഞങ്ങളോട് പറഞ്ഞ കുറച്ച് സീക്രട്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ഒരു ഫൈനാൻസ് ജേണി നിങ്ങൾ തുടങ്ങുകയാണ്, നിങ്ങളുടെ ഒരു യങ് അഡൽട്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു യങ് കപ്പിളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കപ്പിളാണ്, നിങ്ങളൊരു ഓൾഡർ സ്റ്റേജിൽ എത്തി എന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോയിൽ പറയുന്ന സീക്രട്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ദ ബെസ്റ്റ് ടൈം ടു ഡു മാനേജ് യുവർ ഫൈനാൻസസ് വാസ് യെസ്റ്റർഡേ, ദ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ഈസ് ടുഡേ എന്ന് നമ്മൾ പറയുമല്ലോ. ഞാനാണ് ടിൻസോബ്രോ. ദിസ് ഈസ് ടിൻസോബ്രോ ടോക്സ്. ഹെൽത്ത്, എഡ്യൂക്കേഷനും പ്രൊഡക്ടിവിറ്റി മേഖലകളിൽ നല്ല നല്ല വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ടൈമിന് വാല്യൂ കിട്ടും എന്ന ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമുക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സീക്രട്ട് നമ്പർ 1 പോകാം. ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ യുവർ ഫൈനാൻസസ്. അതാണ് സീക്രട്ട് നമ്പർ 1. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കാണെന്നെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക. ഇഫ് യു ആർ എൻ എ കപ്പിൾ, ഈ ഒരു കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ഫൈനാൻഷ്യൽ എക്സസൈസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഇരുന്നിട്ട് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. ഫൈനാൻഷ്യൽ അഡ്വൈസർ കുറേ അധികം ഇൻഫർമേഷൻ ഞങ്ങളോട് ചോദിച്ചു. ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞങ്ങൾ പുള്ളിക്ക് എന്തായാലും പൈസ കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ നിർബന്ധിതരായി. നിങ്ങളുടെ ഫൈനാൻസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ദിസ് എക്സസൈസ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുക. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്: ഇൻകം ആൻഡ് എക്സ്പെൻസസ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇൻകം, എന്താണ് നിങ്ങളുടെ എക്സ്പെൻസസ് ഒരു മാസത്തെ, അല്ലെങ്കിൽ ഒരു ഓരോ പീരീഡ് ഓഫ് ടൈം, ഒരു വർഷത്തെ. ഓക്കെ. രണ്ടാമത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനമാണ് ട്രഡീഷണൽ അസറ്റ്സ്. എന്താണ് നിങ്ങളുടെ ട്രഡീഷണൽ അസറ്റ്സ് എന്ന് പറയുന്നത്? FDs, ക്യാഷ് ഇൻ ഹാൻഡ്, RDs, EPFs, അല്ലെങ്കിൽ ചെറിയ ചെറിയ അതർ സേവിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് ട്രഡീഷണൽ അസറ്റ്സ് എന്നൊരു കാര്യങ്ങളിൽ നമുക്ക് പെടുത്താം. അടുത്തത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട കാര്യം, ഇക്വിറ്റി അസറ്റ്സ്. എന്തെല്ലാം നിങ്ങളുടെ ഇക്വിറ്റി അസറ്റ്സ്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറിയാം, എന്തെല്ലാം സ്റ്റോക്സ് ആണ് നിങ്ങൾ വാങ്ങുന്നത്, എന്തെല്ലാം മ്യൂച്വൽ ഫണ്ട്സാണ് വാങ്ങുന്നത്, എക്സെട്ര. ഇക്വിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ്. എന്താണ് നിങ്ങളുടെ ലോൺസ്? ഇതൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ഇൻഷുറൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഒരു എക്സൽ ഷീറ്റിൽ ഇതെല്ലാം എഴുതി വെക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾക്കുള്ളത്? ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ, പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ഉണ്ടോ, ഹെൽത്ത് ഉണ്ടോ, കാർ ഉണ്ടോ, ബൈക്ക് ഉണ്ടോ, ഇതെല്ലാം കൂടെ ഒരു പേജിൽ എഴുതുക. അടുത്തത് നിങ്ങൾ വേണ്ട ഒരു സാധനമാണ് റിട്ടയർമെൻറ്റ് ഗോൾ. എന്താണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഗോൾ? എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ? അതായത് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഗോൾ, നിങ്ങളുടെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള പ്ലാൻ. ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നടത്താനുണ്ടോ, അതിൻ്റെ ഗോൾ. അല്ലെങ്കിൽ ഒരു വേരിയസ് അസറ്റ് പർച്ചേസ്, ഒരു കാറാകാം, കാർ ഒരു അസറ്റ് അല്ല, ഒരു കാറാകാം, ഒരു വീടാകാം, അങ്ങനത്തെ അസറ്റ് പർച്ചേസ് എല്ലാം നിങ്ങൾ നോക്കുക. വേറെ അതർ ഗോൾസ് ഒക്കെ എന്തെങ്കിലും നിങ്ങൾ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതുക. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കൂടെ എഴുതുക. എന്താണ് റിസ്ക് പ്രൊഫൈലിംഗ്? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടി വരുന്ന ഒരു സംഭവമാണ് റിസ്ക് പ്രൊഫൈലിംഗ്. എന്താണ് നമ്മുടെ റിസ്ക് എടുക്കാനാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ. ഒരു കപ്പിൾ എന്ന നിലയ്ക്ക്, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ? ഞാൻ താഴെ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. റിസ്ക് പ്രൊഫൈൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെപ്പിലേക്കുള്ള ഫസ്റ്റ് ഗോളായി. ഞങ്ങളെ കൊണ്ട് ഈ എക്സസൈസ് പുള്ളി ചെയ്യിപ്പിക്കുകയായിരുന്നു. അതായത് എന്തെല്ലാണെന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാം. ഞാൻ ഹൈലി റെക്കമെൻഡ് ഇതിൻ്റെ ഒരു പാർട്ട് 1 ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണുക. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു കപ്പിൾ ഫൈനാൻസിങ്, ഒരു ഫൈനാൻഷ്യൽ പ്ലാനർ എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗവർ ഇതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുക. ഒരു ഓവറോൾ ഒരു അവലോകനം നിങ്ങളുടെ ഫൈനാൻസിലായിട്ട് നടക്കുക. ഓക്കെ, ഇത് തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇതാണ് സീക്രട്ട് നമ്പർ 1. സീക്രട്ട് നമ്പർ 2. ഓക്കെ, നമ്പർ 2, ഡു നോട്ട് കമ്പൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഷുറൻസസ്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ടേം ഇൻഷുറൻസ് എടുക്കുക, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ തന്നെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കുക. പക്ഷേ ഇങ്ങനത്തെ കേസുകൾ, ഈ ലൈഫ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ക്ലബ് ചെയ്തിട്ടുള്ള പോളിസീസ് എടുക്കാതിരിക്കുക. ഇത് ഞങ്ങളോട് പറഞ്ഞ് തന്ന കുറേ എക്സാമ്പിൾസ് ഒക്കെ ഇതിന് പറഞ്ഞു. നിങ്ങൾക്ക് ജസ്റ്റ് ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ChatGPT അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് ഒരു യൂലിപ്പ് പ്ലാൻ? യൂലിപ്പ് എന്നൊക്കെ പറഞ്ഞത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനാണ്. അങ്ങനത്തെയുള്ള പ്ലാൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഓവറോൾ നമുക്ക് കമ്മീഷൻ ബേസിലും നമുക്ക് നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ തുകയുടെ ബേസിലും ഒക്കെ നമുക്ക് ആക്ച്വലി കുറച്ച് നഷ്ടങ്ങളാണ് സംഭവിക്കുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും കൂടെ ക്ലബ്ബ് ചെയ്യുന്ന പ്ലാൻസിൽ 99% നഷ്ടത്തിലായിരിക്കും എൻഡ് ചെയ്യുക. ഹൗവർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നിങ്ങളതിനെ മാനേജ് ചെയ്യണം. ഇനി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. ഇത് പുള്ളി പറഞ്ഞു തന്നൊരു സീക്രട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് വേറെ ആയിരുന്നു. ഞങ്ങൾ മാർക്കറ്റിലേക്ക് അധികം ലിങ്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് വി വെർ ലക്കി ഇനഫ്. വി മാനേജ് ഇറ്റ് റിയലി വെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഫൈനാൻഷ്യൽ പ്ലാനർ. ഓക്കെ, പിന്നെ നമ്മുടെ ബാങ്കുകാർ കാര്യങ്ങളൊക്കെ ഈ
യൂണിറ്റ് ലിങ്ക്ഡ് യുലിപ്പും അങ്ങനത്തെ ലൈഫ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബ്ബ് ചെയ്യുന്ന പോളിസീസ് ഒക്കെ പുഷ് ചെയ്യുന്നത് സെക്ഷൻ 80C വരാം, സെക്ഷൻ 80Cയിൽ അങ്ങനെ ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും ലൈഫ് ഇൻഷുറൻസിൻ്റെ. ഇപ്പോഴത്തെ ഗവൺമെൻറ് ന്യൂ റെജീമാണ് നന്നായിട്ട് പുഷ് ചെയ്യുന്നത്. സെക്ഷൻ 80Cൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് ഇനി അധികം കിട്ടാൻ പോകുന്നില്ല. സോ ഇവൻച്വലി നമുക്കതൊരു മൊത്തത്തിലൊരു നഷ്ടക്കച്ചവടമാവും. കൂടുതൽ പഠിക്കുക ഇതിനെപ്പറ്റിയൊക്കെ, ഒരു നല്ലൊരു ഇൻഫോംഡ് ഡിസിഷൻ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കുക. ലെറ്റ്സ് ഗോ ടു സീക്രട്ട് നമ്പർ 3. എ ഹൈ ഇൻകം വിൽ നോട്ട് മേക്ക് യു റിച്ച്. പുള്ളി ഒരു നല്ലൊരു ആർട്ടിക്കിൾ ഇൻ്റർനെറ്റിലുണ്ട്, പുള്ളിൻ്റെ തന്നെ ഒരു ആർട്ടിക്കിളാണ് എ ഹൈ ഇൻകം വിൽ നോട്ട് മേക്ക് യു റിച്ച്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒത്തിരി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിച്ച് ആകാനുള്ള ഒരു കോസ് അല്ല, ആക്ച്വലി ഇത് ബ്രോക്ക് ആകാനുള്ള കോസ് ആയിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. മൈക്ക് ടൈസൺ, MC ഹാമർ, 50 സെന്റ് റാപ്പറാണ്, നിക്കോളാസ് കേജ് ആക്ടറാണ്, ജോണി ഡെപ്പ്, ഇവരൊക്കെ മില്യൺസ് ആൻഡ് മില്യൺസ്, 150 മില്യൺ 250 മില്യൺ അങ്ങനെയൊക്കെ സമ്പാദിച്ച ആളുകളാണ്. അവരുടെ മൂവി ബിസിനസ്, അവരുടെ മെയിൻ സ്ട്രീം മീഡിയ, പാട്ട്. 50 സെൻ്റൊക്കെ ഭയങ്കര റാപ്പർ, പുള്ളിൻ്റെ റാപ്പൊക്കെ ഞാൻ കേൾക്കാറുള്ളൂ, അടിപൊളി ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഒക്കെയാണ്. ജോണി ഡെപ്പിനെ നിങ്ങൾക്ക് അറിയാലോ, പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ. പുള്ളിക്ക് ബാങ്ക്രപ്സി ഫയൽ ചെയ്യേണ്ട ആവശ്യം വന്നു. പുള്ളിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനറിനെയൊക്കെ മാനേജറിനൊക്കെ അവസാനം സൂ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു. അതിനുള്ള ടിപ്സാണ് ഡോണ്ട് ഗെറ്റ് പ്രഷറൈസ് ബൈ സൊസൈറ്റി. നമുക്ക് അപ്പുറത്ത് ഒരു കാർ വാങ്ങി, ഇപ്പുറത്തെ ആൾ ഫ്രിഡ്ജ് വാങ്ങി, ആ സൊസൈറ്റിയിൽ സീലിംഗ് എപ്പോഴും മേലേക്ക് പൊക്കോണ്ടേയിരിക്കും. ആ ഒരു സീലിംഗ് റീച്ച് ആകാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. ബി ഹാപ്പി വിത്ത് ഇൻ യുവർ ഓൺ മീൻസ്, ഡോണ്ട് ട്രൈ ടു ഷോ ഓഫ് എന്നാണ്, വെറുതെ സിമ്പിളായിട്ട്. അതായത് പിന്നെ നിങ്ങളുടെ മണി, ഡ്രിങ്കിങ്, സ്മോക്കിങ്, എപ്പിക് വെഡിങ്, വലിയ പരിപാടികൾ, ഗാംബ്ലിങ്, ഇങ്ങനെയൊന്നും ചെയ്ത് നമ്മുടെ നല്ല ഹാർഡ് ഏൺഡ് മണി കളയാതിരിക്കുക. അതാണ് അടുത്ത പോയിന്റ്. ടേക്ക് കെയർ ഓഫ് നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ലൈക്ക് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഒരു ഭാവിയിലേക്കുള്ളത്, പിന്നെ റിട്ടയർമെൻറ്റ്, ഇതൊന്നും ഇമ്മീഡിയറ്റ് ഗോൾസ് അല്ല, പക്ഷേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അർജൻറ്റ് അല്ല, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവൻച്വലി ദീസ് തിങ്സ് വിൽ കം ആൻഡ് ബൈറ്റ്. പൈസ കൂടുതൽ കിട്ടുമ്പോൾ ആ പൈസ മുഴുവൻ സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത്രയും എത്തിക്കാതിരിക്കുക, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അത്രയും എത്തിക്കാതിരിക്കുക. ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങി ഇത് വാങ്ങാം, നമ്മുടെ റെന്റ് കൂട്ടാം, അടുത്തതിലേക്ക് പോവാം, അടുത്തതിൽ വാങ്ങാം. ഓക്കെ, പോയിന്റ് നമ്പർ 4. നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനർ പറഞ്ഞു തന്ന സീക്രട്ട് നമ്പർ 4ലേക്ക് പോകാം. ഡു നോട്ട് ഫിയർ മാർക്കറ്റ് ക്രാഷസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 1 lakh ആയി, 2 lakh ആയി, 3 lakh ആയി, 50 lakhs ആയി, 60 lakh ആയി, 1 crore ആയി, 2 crore ആയി. നമുക്ക് നമ്മുടെ ടൈം പീരീഡ് അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ വെച്ച് ചെയ്താൽ നമുക്ക് ഈ സംഖ്യകളൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതാണ് റൂൾ ഓഫ് കമ്പൗണ്ടിങ് ഒക്കെ നമ്മളോട് പറഞ്ഞത്. ഹൗവർ നമുക്ക് ഒരു മാർക്കറ്റ് ക്രാഷ് വരികയാണ്, മേജർ മാർക്കറ്റ് ക്രാഷ് വരികയാണ്. നിങ്ങളൊരു 1 CR 2 CR എന്നൊക്കെ ഒരു അക്കൗണ്ട്, ഒരു പൈസ കണ്ടിട്ട് നിങ്ങൾ കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ്. യു വെരി ഫാന്റാസ്റ്റിക് ജോബ് ഇൻ ഇൻവെസ്റ്റിംഗ്. ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു. ഒരു 1 CR 2 CR എന്നൊക്കെ അക്കൗണ്ടിൽ കണ്ടു, പോർട്ട്ഫോളിയോയിൽ കണ്ടു. പെട്ടെന്ന് ഒരു ദിവസം ഒരു 40% അല്ലെങ്കിൽ 50% മാർക്കറ്റ് ക്രാഷ് ആവുകയാണ്. നിങ്ങൾ 1 CR അല്ലെങ്കിൽ 2 CR എന്ന് കണ്ടത് 50 lakhs ആവുന്നു. എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഒരു ആദ്യത്തെ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ 90 lakhs ആവുന്നു, പിന്നെ നോക്കുമ്പോൾ 80 lakhs ആവുന്നു, പിന്നെ നോക്കും 40, പിന്നെ 50, പിന്നെ 40, അങ്ങനെയൊക്കെ തകർന്ന് അടിയാണ് മാർക്കറ്റിൽ 40%. എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? നിങ്ങൾ പാനിക് ആവുമോ, അതോ നിങ്ങളെല്ലാം വിറ്റ് ഒഴിവായാൽ നിങ്ങൾക്ക് ലോസ് റിയലൈസ് ആയി. നിങ്ങൾ വിറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ അത് പേപ്പറിലാണ് ലോസ്, നിങ്ങളുടെ അക്കൗണ്ടിൽ ലോസ് വന്നിട്ടില്ല. സോ ഈ ഒരു പോയിന്റ് നമ്പർ 7 ഞാൻ പറഞ്ഞുതരാം. ഒരു പോയിന്റ് നമ്പർ 7 വരുന്നുണ്ട്. ആ പോയിന്റുമായിട്ട് ക്ലബ്ബ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പാനിക് ആകരുത്. ഇതാണ് ഫൈനാൻഷ്യൽ പ്ലാനർ ഞങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളി കറക്റ്റ് ഡേറ്റ ഞങ്ങളോട് പറഞ്ഞു തന്നു. സിമ്പിളായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളോട്. ഹർഷത് മേത്ത സ്കാം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്പർ 1, 1992 ഒരു സ്കാം ആയിരുന്നു. സെൻസെക്സ് അറൗണ്ട് 55% ടോപ്പിൽ നിന്ന് താഴെ ചാടി അറൗണ്ട് 2 years കൊണ്ട് തിരിച്ച് മേലെ വന്നു. ടുക്ക് 2 years ടു റിക്കവർ. ഓക്കെ, 2000 .com ബബിള്, കേതൻ പരീഖ് സ്കാം എല്ലാം കൂടെ വന്നിട്ട് ഏകദേശം 40% മാർക്കറ്റ് താഴേക്ക് പോന്നു. ഒരു 4 വർഷം കൊണ്ട് 2004 ആയപ്പോഴത്തേനും മേലേക്ക് കയറി. ഓക്കെ, പഴയ ലെവലെത്തി. 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ഒരു 60% ആണ് മാർക്കറ്റ് ക്രാഷ് ആയത്. ഒരു 2.5 വർഷം കൊണ്ട് തിരിച്ച് മേലേക്കായി. കോവിഡ് ക്രാഷ് അറൗണ്ട് 38% ടോപ്പിൽ നിന്ന് താഴേക്ക് മാറി. ഹവർ വെറും 9 months കൊണ്ട് പാട്ടാന്ന് തിരിച്ച് മാർക്കറ്റ് കയറി. നിങ്ങളെല്ലാവരും ഇത് യൂഷ്വലി എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സോ നമ്മൾ ആ ഒരു സമയത്ത്, കോവിഡിൻ്റെ സമയത്തൊക്കെ റിട്ടയർമെൻറ്റിന് വെച്ചിരിക്കുന്ന ആളുകളുടെ പാനിക് എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 2 CR 1 CR അല്ലെങ്കിൽ 2 CR 3 CR ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് അതിനകത്ത് അറൗണ്ട് എത്ര ശതമാനം? 38% കുറഞ്ഞു. 38% ഇറ്റ് ഈസ് എ ഹ്യൂജ് എമൗണ്ട്. ഈ ഒരു സമയത്ത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണ്. നിങ്ങൾ ആ ഒരു സമയത്തും അതിലും വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. സോ അന്നേരം പാനിക് ആകരുത്. ഡു നോട്ട് സെൽ. നമ്മുടെ ഗവൺമെൻറ് പല തരത്തിലുള്ള ഒരു എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണല്ലോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്. പല തരത്തിലുള്ള പോളിസീസും പല തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഒക്കെ വന്ന് എക്കണോമിയിലേക്ക് മണി പമ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ബി ബാക്ക് ഓൺ ട്രാക്ക് വിതിൻ നോ ടൈം എന്ന് പറഞ്ഞാൽ കപ്പിൾ ഓഫ് ഇയേഴ്സ് കൊണ്ടൊക്കെ സുഖമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മേലേക്ക് തീരും. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം പഴയ ലെവലിലേക്ക് എത്തും. സോ ഡു നോട്ട് പാനിക് ആൻഡ് സെൽ.
പോയിന്റ് നമ്പർ 7 ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുക. പോയിന്റ് നമ്പർ 7 എന്താണ്, അതും ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്യുക. ഓക്കെ. പോയിന്റ് നമ്പർ 5, യു ഡു നോട്ട് നീഡ് എ ലോട്ട് ഓഫ് മണി ടു റിട്ടയർ. അതായത് ഫൈനാൻഷ്യൽ പ്ലാനർ ഞങ്ങളോട് എക്സസൈസ് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ തന്ന ഷീറ്റിൽ പുള്ളി പറഞ്ഞു എന്തായിരിക്കും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഗോൾസ്, എത്ര പൈസ വേണമെന്ന് നിങ്ങളൊന്ന് എഴുതാൻ പറഞ്ഞു. ഓക്കെ. ഞങ്ങൾ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു അഗിതേ വൈഫിനോട് നിനക്കൊരു ലക്ഷം എനിക്കൊരു ലക്ഷം ഒരു മാസം ജീവിക്കാം. ഓക്കെ, 2 ലക്ഷം മതി, നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കാം. ഫൈനാൻഷ്യൽ പ്ലാനറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു സാധാരണ നോർമലായിട്ട് ജീവിക്കേണ്ട റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കുടുംബത്തിന് ഇന്നത്തെ ഒരു കേസിലെ ഫിഗർ ആട്ടോ പുള്ളി പറഞ്ഞു, അന്നത്തെ കേസിലല്ല, അത് വേറെയാണ്, ഒരു 50,000 രൂപ മതി. അപ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, കറക്റ്റാണ്. അതായത് എല്ലാം സോർട്ടഡ് ആണ്, ഹെൽത്ത് കെയർ സോർട്ടഡ് ആണ്, മക്കളുടെ കാര്യങ്ങളെല്ലാം സോർട്ടഡ് ആണ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ സോർട്ടഡ് ആണ്, EMIs കാര്യങ്ങളൊന്നുമില്ല, വണ്ടിയുണ്ട്, കാര്യങ്ങളുണ്ട്, അത്യാവശ്യം വണ്ടിക്ക് ഒരു പെട്രോൾ, അത്യാവശ്യം ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്യാവശ്യം ഗ്രോസറീസ്, ഒരു വീടൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50,000 രൂപ മതി ഒരു 2 പേർക്ക് ജീവിക്കാൻ. 2 പേരുടെ കാര്യമാണ്, അപ്പനമ്മ ആ ഒരു മോഡ് മാത്രമാണ് ജീവിക്കാൻ. അത് മതി, ആക്ച്വലി അത് മതി. സോ ആ ഒരു സമയത്ത് നമുക്കത് കൂടുതൽ ഉണ്ടാകും എങ്കിലും അതൊരു ടാർഗറ്റ്, നല്ലൊരു ഈസി ടാർഗറ്റാണ് ടു അച്ചീവ്. ഓക്കെ. അതുകൊണ്ട് അൺറിയലിസ്റ്റിക് ഫിഗേഴ്സിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞു തന്നത്. വി ഫൗണ്ട് ഇറ്റ് വെരി എന്താ പറയുക, നല്ലൊരു ഐ ഓപ്പണറായിട്ട്. നമ്മൾ വലിയ പൈസ വേണം എന്നൊക്കെയുള്ള, പക്ഷേ ഇല്ല, ആക്ച്വലി ഇല്ല. കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ചിന്തിച്ച് കഴിഞ്ഞാൽ 50,000 is more than enough for a couple to live. ഇപ്പോഴത്തെ കേസിന് 50,000 ആണെങ്കിലും അന്നത്തെ കേസിന് 5% ഇൻഫ്ലേഷൻ ആകുമ്പോൾ അറൗണ്ട് 24,000, 69,681 rupees, അറൗണ്ട് 25 lakhs എന്ന് വേണ്ടി വരും ഇൻഫ്ലേഷൻ ഒക്കെ കണക്കാക്കുമ്പോൾ. സോ ആ ഒരു സമയത്ത് അത് ഫിഗർ വേറെയാണ്. ഹവർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ റിട്ടേൺസും അതിന് മേലെ വന്നിരിക്കും. ഓക്കെ. പോയിന്റ് നമ്പർ 6, ഇൻഫ്ലേഷൻ ഈസ് റിയൽ ആൻഡ് മൈറ്റ് നോട്ട് അഫക്ട് എവരിബഡി ദ സെയിം. ഹെൽത്ത് കെയർ സെക്ടർ ഇൻഫ്ലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ. 2015-2019 മെഡിക്കൽ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ 10 to 12% ആവറേജ് ആയിരുന്നു. 2020 ഇൻക്രീസ്ഡ് കോസ്റ്റായി പാൻഡമിക്. ഓക്കെ. എല്ലാത്തിനും ഇൻക്രീസ് ആയി 2020 നിങ്ങൾക്ക് നോട്ട് ഓൺ ചെയ്താൽ കാണാം. നമ്മുടെ നോർമൽ എക്സ്പെൻസസ് കൂടി ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. 2022 13.6%, 2024 14%. ഇത് ഇൻഫ്ലേഷൻ ഒരു വർഷം ഇയർ ഓൺ ഇയർ ആണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രോപ്പർ റിട്ടേൺസ് പോലും 14% എത്തിയിട്ടില്ല. അതൊക്കെ നമുക്കൊരു നോർമൽ റിട്ടേൺ ആണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ആണ് 14%. സോ ജസ്റ്റ് നമ്മുടെ ഹെൽത്ത് കെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ ഫോർ എ ലോങ് ടേം. 14% ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്, വെരി ഹ്യൂജ് ആണ്. ആ നമ്പർ കുറേ ഇയറുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെരി ഹ്യൂജ് ആണ്. എഡ്യൂക്കേഷൻ സെക്ടറിന് നോക്കാം. കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ അറൗണ്ട് 8 to 12% ആണ് എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ഇൻഫ്ലേഷൻ. അതായത് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ. നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. ഒരു സിറ്റി കൂടുതലാണ്, ഗ്രാമങ്ങളിൽ പിന്നെയും ഓക്കെ, സിറ്റീസിലൊക്കെ ഭയങ്കര കൂടുതലാണ്. സോ എല്ലാവരെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല ഇൻഫ്ലേഷൻ പല തരത്തിൽ പല സമയത്ത് പല ആളുകളെ ഹിറ്റ് ചെയ്യും. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്, വി ഹാവ് ടു ഇൻവെസ്റ്റ് അവർ മണി, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ അസറ്റ്സ് പ്രോപ്പർലി, വി ഹാവ് ടു മാനേജ്. ദർ ആർ നോ അതർ ഓപ്ഷൻസ് ടു സർവൈവ് ഇൻ ദ അപ്കമിങ് വേൾഡ്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ്, ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ് ആണ്. നമ്മൾ വെറുതെ താഴേക്ക് പോവുകയുള്ളൂ, നമ്മൾ റാറ്റ് റേസിൽ സ്റ്റക്ക് ആവുള്ളൂ, നമ്മൾ പേച്ചക്ക് ലിവിങ് ആണ്, നമുക്ക് റിട്ടയർമെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇഫ് വി ഡു നോട്ട് മാനേജ് അവർ ഫൈനാൻസസ് പ്രോപ്പർലി. അതുകൊണ്ടാണ് ഈ ചാനലും, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതും നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും. ഓക്കെ. ഫിക്സ് യുവർ ഫൈനാൻസസ്. The best time to start was yesterday. The next best time is now. Point number 7 ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആൻഡ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഓക്കെ. നിങ്ങൾ SIPs എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതുപോലെ SIPs, സെയിം. ഓക്കെ. അതുപോലെ ഒരു സംഭവമാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സിനാരിയോ, ഒരു എക്സാമ്പിൾ, ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ്. സോ നമ്മളൊരു പ്ലാൻ ഉണ്ട്, ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. 18 വർഷത്തിന് ശേഷം, ഇന്ന് മുതൽ 18 വർഷത്തിന് ശേഷം, 2025 മുതൽ അല്ലെങ്കിൽ 2024 മുതൽ 18 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് എഡ്യൂക്കേഷൻ വേണം. കറക്റ്റ്. ആ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വി ഹാവ് എ മണി. 18ാമത്തെ വർഷം നമുക്ക് ഈ സംഖ്യ വേണം. കറക്റ്റ്. ഈ 18ാമത്തെ വർഷം നമുക്ക് ഈ സംഖ്യ എടുക്കാൻ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മാർക്കറ്റ് ഒരു 50% ക്രാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ സംഖ്യ കിട്ടുമോ? ഇതിൻ്റെ പകുതിയിലേ കിട്ടുള്ളൂ. അന്നേരം നമ്മുടെ ആവശ്യമുണ്ട്, മാർക്കറ്റിന് അതിന് റിട്ടേൺ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. 14ാമത്തെ വർഷം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 25% പൈസ എടുക്കുന്നു, സേഫ് ആയിട്ടുള്ള അസറ്റ് എടുക്കുന്നു. 15ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 25% കൂടെ എടുക്കുന്നു. 16ാമത്തെ വർഷം ഒരു ക്രാഷ് വന്നു. ഓക്കെ. നമ്മുടെ അസറ്റ്, നമ്മുടെ ഉദ്ദേശിച്ച പൈസ കിട്ടില്ല, താഴേക്ക് വി ആർ ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 18 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടില്ല, പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരിച്ച് റിക്കവർ ആയി വരുന്നു. 18ാമത്തെ വർഷം നമ്മൾ ബാക്കി പൈസ മുഴുവൻ എടുക്കുന്നു. അല്ലെങ്കിൽ 17ാമത്തെ വർഷം നമ്മൾ 25% അല്ലെങ്കിൽ 30% എടുക്കുന്നു. സോ വി ഓൾറെഡി ഹാവ് ഒരു 80% ക്യാപിറ്റലാണ്. 18ാമത്തെ വർഷം പിന്നെയും മാർക്കറ്റ് ഡൗൺ ആയാൽ പോലും വി ക്യാൻ സ്റ്റിൽ സ്റ്റാർട്ട്. കറക്റ്റ്. അപ്പം ഒരു കുറച്ച് 1, 2, 3, 4 വർഷങ്ങൾക്ക് മുന്നേ ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഗോൾ നമ്മൾ പൈസ മുഴുവൻ വിഡ്രോ ചെയ്തിട്ട്, മുഴുവൻ നല്ല ഒരു ശതമാനം, കുറച്ച് ശതമാനങ്ങളായിട്ട് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് വളരെ സേഫ് ആയിട്ടുള്ള അസറ്റിൽ ഇടുകയാണ്. സോ ദാറ്റ് ആ ഒരു സമയത്ത് കൃത്യ മൊമെൻറ്റിൽ ക്രാഷൊക്കെ വന്നു കഴിഞ്ഞാൽ
വി ആർ ഓക്കെ. അതായത് നമ്മൾ പാനിക് ആവില്ല, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും, നമ്മുടെ അടുത്ത പൈസ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല, എപ്പോഴും ലിക്വിഡേറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ആ പൈസ ഉണ്ടാവുകയും ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിന് അത്ര ഡിപ്പെൻഡൻ്റ് ആവുകയില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ കൺസെപ്റ്റ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ആലോചിച്ച് കോവിഡ് സമയത്തൊക്കെ റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ കോവിഡ് സമയത്തൊക്കെ എഡ്യൂക്കേഷൻ കൊണ്ട് വെച്ചിരിക്കുന്ന പൈസ 30-40% ഡൗൺ ആയിട്ടിരിക്കുന്നത് കണ്ട് കഴിയുമ്പോഴുള്ള പാനിക് ഇമാജിൻ. ഓക്കെ, ഇത്രയും നാൾ സേവ് ചെയ്തത്, അതായത് റിട്ടയർമെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കിയവരുടെ അവസ്ഥ അവരെ സെല്ല് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ഭീമമായ നഷ്ടം. ഓൾറെഡി അവരുടെ പൈസ പോവുകയും ചെയ്യും, തിരിച്ചു വന്ന ഗെയിനും കിട്ടൂല, അത് കഴിഞ്ഞിട്ട് വന്ന ഗെയിനും കിട്ടൂല. സോ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നല്ല ചില്ലാക്സ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാൻ ഇത് സമാധാനപരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പൈസകളെല്ലാം സമാധാനമായിട്ട് സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ കപ്പിൾസിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നു. കൂടുതലായിട്ടുള്ള ഹെൽത്ത്, പ്രൊഡക്ടിവിറ്റി, ഫൈനാൻസ്, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ടു ടിൻസോ ബ്രോ ടോക്സ് ചാനൽ. ഓൾറൈറ്റ്, ടേക്ക് ഇറ്റ് ഈസി, കീപ് പുഷിംഗ് ഇൻ ദി ജിം. See you around.